HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക. അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്, തലസ്ഥാനം മുന്നോട്ട് തന്നെയെന്ന് മേയർ. പലസ്തീൻ സ്വതന്ത്ര രാജ്യം അംഗീകരിച്ച് 3 യൂറോപ്യൻ രാജ്യങ്ങൾ. കളിക്കളം, ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഷൺമുഖം 5 തെങ്ങ്, സമുദ്രമേഖലകളിൽ അപൂർവ ജൈവ വൈവിധ്യം. സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ നടപടി. ദുരിതമഴ, 5 മരണം. കേരള സർവകലാശാല, ഗവർണർക്ക് തിരിച്ചടി. ഹെലികോപ്റ്റർ അപകടം, എല്ലാ യാത്രക്കാരും മരിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ആശാനായി മിക്കേൽ സ്റ്റാറെ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്, തലസ്ഥാനം മുന്നോട്ട് തന്നെയെന്ന് മേയർ. ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയിൽ ഒന്നാമത്തെ നഗരമായി തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷം പങ്കുവച്ച് മേയർ ആര്യ രാജേന്ദ്രൻ. സാമ്പത്തികം, മാനവ വിഭവം, ജീവിത നിലവാരം, പരിസ്ഥിതി, ഭരണനിർവഹണം എന്നിങ്ങനെ 5 ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് മികച്ച നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ ജീവിത നിലവാരത്തിൻ്റെ സൂചികയിൽ തലസ്ഥാന നഗരമാണ് ഇന്ത്യയിൽ ഒന്നാമത്. കേരളം ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി തന്നെ മുന്നോട്ടു പോകുമെന്ന് മേയർ പറഞ്ഞു. പലസ്തീൻ സ്വതന്ത്ര രാജ്യം അംഗീകരിച്ച് 3 യൂറോപ്യൻ രാജ്യങ്ങൾ. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് 3 യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത്. ഈ തീരുമാനം ഇസ്രയേലിന് എതിരല്ലെന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു. തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്തു. പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും അംബാസഡർമാരെ ഇസ്രയേൽ തിരിച്ചു വിളിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ 140 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത്. 3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഈ ശ്രേണിയിലേക്ക് വരികയാണ്. രക്ഷാ കൗൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തോട് രൂക്ഷമായാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റസ് പ്രതികരിച്ചത്. കളിക്കളം, ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. റയൽ മാഡ്രിഡ് മധ്യനിര താരം ടോണി ക്രൂസ് ഈ സീസൺ അവസാനത്തോടെ വിരമിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. യൂറോ കപ്പോടെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലാകും ക്രൂസിന്റെ റയൽ മാഡ്രിഡിനായുള്ള അവസാന മത്സരം. ഷൺമുഖം 5 തെങ്ങ്, സമുദ്രമേഖലകളിൽ അപൂർവ ജൈവ വൈവിധ്യം. ഷൺമുഖം 5 തെങ്ങ് സമുദ്രമേഖലകളിൽ വൻതോതിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കേരള സർവകലാശാലയുടെ പഠനം. സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ മോണിറ്ററിംഗ് ലാബാണ് ഗവേഷണം നടത്തിയത്. ഷൺമുഖം 5 തെങ്ങ് സമുദ്രതീരത്തോട് ചേർന്നുള്ള കപ്പൽ ഛേദങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഠനം നടന്നത്. ഇവിടങ്ങളിൽ നിന്ന് 212 ഇനം സമുദ്രജീവികളെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. സമുദ്രോപരിതലത്തിൽ നിന്ന് 40 മുതൽ 100 മീറ്റർ ആഴത്തിൽ വരെയാണ് പര്യവേക്ഷണം നടന്നത്. യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഇക്കോ മറൈൻ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഗവേഷണം. ഗവേഷണത്തിന് കേരള സർവകലാശാലയുടെ പിന്തുണയുണ്ട്. ഇക്കോ മറൈൻ പ്രോജക്റ്റിന്റെ പ്രോജക്ട് ലീഡർ പ്രൊഫസർ എ ബിജു കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം. സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ നടപടി. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സർക്കുലർ ഇറക്കി എക്സൈസ് കമ്മീഷണർ. മെയ് 30 മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിലെ സ്കൂൾ സന്ദർശിക്കുമെന്നും ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും നടത്തണമെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജൂൺ മാസം മുഴുവൻ പെട്രോളിംഗും എല്ലാ ദിവസവും നടത്തും. സ്കൂൾ പരിസരവും പൂർണ്ണമായി നിരീക്ഷണത്തിലാകും. ദുരിതമഴ, 5 മരണം. സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾക്കിടയാക്കി കനത്ത മഴ തുടരുന്നു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി 5 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വലിയ നാശം വിതച്ച മഴ ഇനി 5 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 11 കോടിയുടെ കൃഷിവിളകളുടെ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിന് അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുമുണ്ട്.
ന്യൂനമർദ്ദം വെള്ളിയാഴ്ച രാവിലെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് വടക്കുകിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. കേരള സർവകലാശാല ഗവർണർക്ക് തിരിച്ചടി. സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണം. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. 4 വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നടപടിയാണ് റദ്ദാക്കിയത്. രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി നിയമനം നടത്തിയെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് സർവകലാശാല രജിസ്ട്രാർ സെനറ്റിലേക്ക് നൽകിയ പട്ടികയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പരാതി നൽകി. തങ്ങളുടെ കഴിവുകൾ പരിഗണിക്കാതെയാണ് ഗവർണർ നിയമനം നടത്തിയതെന്നും വിദ്യാർത്ഥികൾ ഹർജിയിൽ ആരോപിച്ചു. ഹെലികോപ്റ്റർ അപകടം, എല്ലാ യാത്രക്കാരും മരിച്ചു. ഇറാൻ പ്രസിഡന്റിനും സംഘത്തിനും ദാരുണാന്ത്യം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെട്ട ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 9 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളാഹിയാനും കൊല്ലപ്പെട്ടു. ഞായറാഴ്ചയാണ് അപകടം നടന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 14 മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താനായത്. തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ആശാനായി മിക്കേൽ സ്റ്റാറെ. കേരള ബ്ലാസ്റ്റേഴ്സ് FC മുഖ്യ പരിശീലകനായി സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറയെ നിയമിച്ചു. 17 വർഷത്തോളം പരിശീലക അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 48 വയസ്സുകാരനായ സ്റ്റാറെ 2026 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്. തലസ്ഥാനം മുന്നോട്ട് തന്നെയെന്ന് മേയർ. പലസ്തീൻ സ്വതന്ത്ര രാജ്യം അംഗീകരിച്ച് 3 യൂറോപ്യൻ രാജ്യങ്ങൾ. കളിക്കളം. ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഷൺമുഖം 5 തെങ്ങ്, സമുദ്രമേഖലകളിൽ അപൂർവ ജൈവ വൈവിധ്യം. സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ നടപടി. ദുരിതമഴ, 5 മരണം. കേരള സർവകലാശാല ഗവർണർക്ക് തിരിച്ചടി. ഹെലികോപ്റ്റർ അപകടം, എല്ലാ യാത്രക്കാരും മരിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ആശാനായി മിക്കേൽ സ്റ്റാറെ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. ശിവഗിരി HS റേഡിയോ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HS റേഡിയോ കഥയോല. KK പല്ലശ്ശനയുടെ കുഞ്ചിക്കുറുക്കന്റെ വാൽ എന്ന കഥ കേൾക്കാം. അവതരണം ദിയാദീപൻ. കുഞ്ചിക്കുറുക്കന്റെ വാൽ. മഞ്ചാടിക്കാട്ടിലെ കുഞ്ചിക്കുറുക്കൻ ഒരു നാൾ നട്ടപ്പാതിര നേരത്ത് കോഴിവേട്ടയ്ക്കായി നാട്ടിലിറങ്ങി. ചെന്നുപെട്ടത് 4-5 വേട്ടപ്പട്ടികളുള്ള ഒരു വീട്ടിൽ. കുഞ്ചിക്കുറുക്കൻ ഒരു വിധത്തിലാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷേ പട്ടികളുടെ ആക്രമണത്തിൽ അവൻ്റെ വാൽ മുറിഞ്ഞുപോയി. വാലറ്റുപോയ കുഞ്ചിക്കുറുക്കൻ നാണക്കേടോർത്ത് 4-5 നാൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ഒടുവിൽ അവൻ ചിലതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് മാളം വിട്ടിറങ്ങി. അവൻ അന്ന് തന്നെ കാട്ടിലുള്ള കുറുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. എല്ലാവരും എത്തിയപ്പോൾ കുഞ്ചിക്കുറുക്കൻ മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു: കൂട്ടുകാരെ, എൻ്റെ വാൽ ഞാൻ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്തിനെന്തിന്? കുറുക്കന്മാർ കൂട്ടത്തോടെ ചോദിച്ചു. പറയാം, നാൽക്കാലികൾക്കെല്ലാം വാൽ ഒരു ബാധ്യതയാണ്. പിന്നിലൊരു വാലുണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഓടുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ വാലൊരു തടസ്സമാണെന്ന കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല, വാലില്ലാത്തവർക്ക് വിവേകം കൂടുമെന്നറിയുക. അതുകൊണ്ട് ഞാൻ വാൽ മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ എന്തൊരു ആശ്വാസമാണെന്നോ. വേഗത്തിൽ ഓടാം, ചാടാം, ചിന്താശേഷിയും കൂടിയെന്ന് പറയാം. ഇതെല്ലാം കേട്ട് മറ്റു കുറുക്കന്മാർ മിഴിച്ചിരുന്നു. കുഞ്ചിക്കുറുക്കൻ തുടർന്നു:
നല്ലൊരു നാളേക്കായി നമുക്ക് വാല് മുറിച്ച് കളഞ്ഞിടാം. വിവരം കൂടും വിലയേറിയിടും വലിയവരായി വസിച്ചിടാം. അത് കേട്ട് കുറുക്കന്മാർ കൂട്ടത്തോടെ വാല് മുറിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കറുപ്പൻ കാക്ക അതുവഴി വന്നത്. കുഞ്ചിക്കുറുക്കൻ്റെ വാല് മുറിഞ്ഞതെങ്ങനെ എന്ന കാര്യം അവൻ എല്ലാവരുമായി പങ്കുവച്ചു. നാട്ടിലിറങ്ങിയ നേരത്തെയോ വേട്ടപ്പട്ടികൾ 4 ഓട്ടിച്ചിട്ടു കടിച്ചു മുറിച്ചതു നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അത് കേട്ട് എല്ലാവരും കുഞ്ചിക്കുറുക്കനെ തുറച്ചു നോക്കി. സൂത്രം വലിച്ചില്ലെന്ന് കണ്ട അവൻ അവിടെ നിന്നും ഓടിപ്പോയി. തക്ക സമയത്ത് ഇടപെട്ട് വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷിച്ച കറുപ്പൻ കാക്കയോട് കുറുക്കന്മാർ നന്ദി പറഞ്ഞു. പിന്നീട് ആരും മഞ്ചാടിക്കാട്ടിൽ കുഞ്ചിക്കുറുക്കനെ കണ്ടിട്ടില്ല. സാ സദസ നിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. വിജയി അഗ്നിജ അഗ്നിമ 7ാം ക്ലാസ്. ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ബിന്ദു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.